അപ്പം ജോമോളും വിമാന സ്ഥലത്തില്ല. എലിക്കുട്ടിയമ്മ ജോമോൾ പോകുന്നതിന് മുമ്പ് കാപ്പി കുടിക്കണ കാര്യം പറഞ്ഞപ്പോഴത്തേനും വേണ്ട, കുറച്ച് കഴിഞ്ഞ് കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എലിക്കുട്ടിയമ്മ കടന്ന് കുറച്ച് നേരയിലൊക്കെ ആയിട്ട് നടന്നു. എന്നിട്ട് ഇപ്പോൾ കിടന്നുകൊണ്ട് പ്രാർത്ഥനയിലാണ്. ഇന്ന് വിളിച്ച് നോക്കാം കാപ്പി കുടിക്കാൻ വരുമോ ഇല്ലയോ എന്നുള്ളത്. രാവിലെ എന്താണെന്ന് അറിയത്തില്ല. ഇന്ന് കൊടുത്തപ്പോൾ വേണ്ടെന്ന് പറയുകയാണ് ചെയ്തത്. ഇച്ചിരി കഴിയട്ടെ എന്നാണ് പറഞ്ഞത്. അമ്മേ 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 കഴിക്കാം, കാപ്പി കുടിക്കാം, ബാ രാവിലത്തെ കഴിക്കാം, ബാ രാവിലത്തെ കഴിക്കാമെന്ന് വരാൻ. ആ ഇല്ല കഴിച്ചില്ല, ഇല്ല കഴിച്ചില്ല, ഏറ്റ് ബാ. ഇല്ലില്ല രാവിലെ കഴിച്ചില്ല, ബാ രാവിലെ കഴിച്ചില്ല, ഏറ്റ് ബാ. രാവിലത്തത് കഴിച്ചില്ലെന്നേ. ആ ആ രാവിലത്തെ കഴിക്കണം, ബാ ഏറ്റ് ബാ, ഏറ്റ് ബാ. ഞാൻ എടുക്കാൻ പോവാ, ഏറ്റ് ബാ. കഴിക്കണ്ട നമുക്ക്, രാവിലത്തെ കഴിക്കണം, ബാ ഏറ്റ് ബാ. കുറച്ച് കഴിഞ്ഞ് മതി എന്ന് മുമ്പേ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ബാ ബാ. ആര് തന്നത്? നമ്മളല്ലേ തരുന്നേ. ആ കഴിക്കണമെന്ന് പറഞ്ഞു, അതാ പറഞ്ഞേ. ബാ ആ ബാ ഏറ്റ് ബാ. ഇപ്പഴാ കഴിക്കണ്ട, ഏറ്റ് ബാ. ആ ഏറ്റ് ബാ. എല്ലാവരോടൊന്നും പറയണ്ട, ഏറ്റ് ബാ. കഴിച്ചേക്കാം, ബാ. ആ പ്രധാനപ്പെട്ട ആൾക്ക് തരാൻ വേണ്ടിയാ വിളിക്കുന്നത്. സമയം കളയണ്ട, ബാ. അതേന്നേ. എന്തെങ്കിലും തോന്നും പോലെ തോന്നുന്നവർക്ക് എടുത്തങ്ങ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ വിലയില്ല. ആ വില കളയാൻ പോയാൽ നമുക്ക് വില കളയണ്ട, ബാ. പിന്നെ പോയി എല്ലാം ഏറ്റ് ബാ. അതിനെങ്ങനെ പോകരുത്. കൊടുക്കുന്നത് നല്ല കർശനമായിട്ട് കൊടുത്തിട്ട് എന്നാലും നിയമത്തിൻ്റെ പുറത്ത് വേണം. അത് ആർക്കും ഫലവും കിട്ടണം. ബാ ബാ, ഫലം കിട്ടാനായിട്ട് ബാ, ഏറ്റ് ബാ. മതി, ബാ. അധ്വാനിക്കുകയും പാറും ചോക്കുകയും ചെയ്യുന്നത് ഈശോന്നൊക്കെ ചെല്ലാനാ പറഞ്ഞിരിക്കണേ. അത് ഇങ്ങനെയൊക്കെ ചെയ്താൽ വലിയ ഭാരമൊന്നുമില്ല, വലിയ ചോടുമൊന്നുമില്ല, എന്നാലും ക്ഷീണമൊന്നുമില്ല, കാര്യം നടത്തും. ഇഷ്ടമെടുത്ത് കാര്യം നടത്താം, ബാ. നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടായാലും കഴിക്കണ്ടേ. ക്ഷീണമൊക്കെ മാറാനായിട്ടേ ഭക്ഷണം കഴിക്കണേ, ഏറ്റ് ബാ, ബാ. അതിൻ്റെ അറിവൊക്കെ നേരത്തെ തന്നിട്ടുണ്ട്. ഒക്കെ ഉണ്ടെന്നേ. ഇപ്പം പ്രാർത്ഥനയുടെ ജ്വരത്തിലങ്ങ് മൂടി നിൽക്കുവാണേ. അവരെ രക്ഷപ്പെടും. പ്രാർത്ഥനയും ഉപദേശങ്ങളിലുമായിട്ട് അങ്ങ് മൂടി നിൽക്കുവാണ്. അതുകൊണ്ടാണ് ഇപ്പം എലിക്കുട്ടിയമ്മ വിളിച്ചിട്ടൊന്നും വരാം. അലഞ്ഞ് മടുക്കും. ആ ഒടുവിൽ കിടന്ന് നിരാശ. നമുക്ക് നിരാശപ്പെടാതിരിക്കാനാ, ഏറ്റ് ബാ. അത്ര അലയേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, അതിനുള്ള ആവശ്യമില്ല. ഇല്ലല്ലേ. അലയേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാ വിളിച്ചേ. ബാ ഏറ്റ് ബാ. കഴിക്കാൻ ബാ. രാവിലത്തെ കാപ്പി കുടിച്ചില്ല. ആ കഴിക്കണം, ബാ. കഴിച്ചില്ല. ആ എനിക്കിപ്പം വേണ്ട. അയ്യോ വേണം, കഴിക്കണം. മരുന്ന് കഴിക്കാനുള്ള ഡോക്ടറെ. പിന്നെ നോക്കാനൊന്നുമില്ല. പിന്നെ എന്നാ കഴിച്ചാ? സമയമായി, സമയം കഴിഞ്ഞു, സമയം കഴിഞ്ഞോണ്ടിരിക്കുക. ഇപ്പൊ വേണമെന്നേ. നമുക്കേ മരുന്ന് കഴിച്ചിട്ട് ഒരു വഴിക്ക് പോകാനുള്ള. കഴിച്ചിട്ട് ഒരു വഴി പോയി കഴിച്ചും പൊക്കോ. അയ്യോ അമ്മ, അമ്മ പോരുന്നില്ലേ? ശല്യം ചെയ്യാതെ. അമ്മ പോരുന്നില്ലേ? ഞാൻ ആരെയും ജലത്തിന് വരില്ല. അമ്മ പോരുന്നില്ലേ? എന്നതാന്നേ അവരോട് ചെയ്യുന്നത് അവരോർക്ക് അതിന് ഫലം. പിന്നെ ഇതിനെ മറ്റുള്ളവരിട്ടുകൊണ്ട് പോയി വിഷമിപ്പിക്കുന്നത്, നിരാശ വരുത്തുന്നത്. വേറെ എന്തോ അതുകൊണ്ട് പാവം കൂടെ മനുഷ്യ വെക്കുക. വേറെ എന്തോ കാര്യത്തോട്ടാ പോയിരിക്കുന്നത്. മറ്റുള്ളവരെ കൊണ്ട് വിഷമിപ്പിച്ചു. അയ്യോ പക്ഷെ ഒന്നും ഒരു ആവശ്യമില്ല. ഇതിനൊക്കെ ഒരു നിയമമുണ്ട്, ആ നിയമം പാലിക്കണം. ആ നിയമം പാലിക്കാനായിട്ടാ. ബാ എലിക്കുട്ടമ്മ, ഏറ്റ് ബാ. എലിക്കുട്ടമ്മേ ഏറ്റ് ബാ. എന്നാലും നിയമം പാലിക്കാൻ പറ്റുള്ളൂ, ബാ. മരുന്ന് കഴിക്കാനുള്ള, ബാ. ഒരു പാലിച്ച് വെച്ചേക്കുക. അവര് നിയമം പാലിച്ച് വെച്ചേക്കുക. ആര് പാലിച്ച് വെച്ചിരിക്കുക? ആരാ നീ? അവര് ഇവര് ആരാ? അവര് പിള്ളേര് പെണ്ണുങ്ങളും ഒക്കെ. ആ പെണ്ണുങ്ങളൊക്കെ നിയമം പാലിച്ച് വെച്ചിരിക്കുക. അതുകൊണ്ടാ വരാൻ പറഞ്ഞേ. അതുകൊണ്ടാ വരാൻ പറഞ്ഞത്. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞത് കേട്ടോ. വരാൻ പറഞ്ഞോ? ബാ വന്നോളൂ. ബാ എലിക്കുട്ടമ്മ, ബാ. എലിക്കുട്ടമ്മ ഏറ്റ് ബാ. വന്നോളായിരുന്നു. ആര് ചെന്ന് പറഞ്ഞാൽ മതി. ചെന്ന് പറഞ്ഞാലൊന്നും വരികയില്ല, ബാ. എലിക്കുട്ടമ്മയോട് അതല്ലേ വരാൻ പറയണത്. അതാ എലിക്കുട്ടമ്മയോട് വരാൻ പറയണേ. എലിക്കുട്ടമ്മയോട് വരാൻ പറയുന്നത് അതുകൊണ്ടാന്നേ. എന്നോടോ? ആ എന്നാത്തിന്? ബാ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ
ആവശ്യമുണ്ട് ആവശ്യമുണ്ട്. ഇല്ല. ഉണ്ടെന്നേ. രാവിലെ വല്ലതും കഴിക്കണം വാ. ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇന്നിപ്പോൾ ഭയങ്കര മടിയാണല്ലോ കഴിക്കാൻ വരാനായിട്ട്. എലിക്കുട്ടിയമ്മ ഇന്ന് പതിവില്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റാം. ബലം പിടിക്കുകയാണ്. എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഉള്ള ബലപ്പെടുത്തമാണ്. രാവിലെ പിന്നെ അവർ പോയി കഴിഞ്ഞപ്പോഴത്തേന് ലേറ്റ് നടന്നു. അന്നേരം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞു. വന്നു കഴിഞ്ഞ് പ്രാർത്ഥനയാൻ തുടങ്ങി. ഇപ്പം ഈ തണുപ്പ് നിൽക്കുന്നതുകൊണ്ട് നല്ലൊരു സുഖമുണ്ട് കിടക്കാൻ. അതുകൊണ്ടാന്ന് തോന്നുന്നു ഉറങ്ങിപ്പോണ പോലെ തോന്നുന്നത്. കഴിക്കാൻ വരുന്നില്ലേ? കഴിക്കാൻ വരുന്നില്ലേ? അത് കഴിക്കാൻ മേലെ കൊടുത്തല്ലോ. ആർക്കെ കൊടുത്തത്? അവർക്ക് വിളമ്പി കൊടുത്തു. അവർക്ക് കൊടുത്ത കാര്യമല്ല പറഞ്ഞു. എലിക്കുട്ടിയമ്മ കഴിച്ചില്ലല്ലോ. അമ്മ കഴിച്ചില്ലല്ലോ. എനിക്കോ? ആ എൻ്റെ കാര്യത്തിനായിരുന്നു കഴിപ്പം തോന്നുന്നു. അതിൻ്റെ ഇടയ്ക്ക് കഴിക്കും. അതിന് മാത്രം സമയം തന്നെ. അതാ പറഞ്ഞേ വാ കഴിക്കണ സമയം നമുക്ക് കഴിച്ചേക്കാം. ഞാനും കഴിച്ചില്ല, നമുക്ക് കഴിച്ചേക്കാം വാ. എനിക്ക് വിളമ്പി തന്നില്ല. എനിക്ക് വിളമ്പി തന്നില്ലല്ലോ. അയ്യോ ഞാൻ വിളമ്പാൻ വന്നിട്ടില്ലോ. പിന്നെ ആർക്കാ വിളമ്പി കൊടുത്തെന്ന് പറഞ്ഞേ? അത് അവിടെ അവർ വിളമ്പി വെച്ചാൽ ഞാൻ കഴിച്ചേ. അമ്മ കഴിച്ചില്ല. കഴിച്ചില്ലെന്നേ. അത് ഞാൻ കഴിച്ചു. ഇല്ലെന്നേ. പിന്നെ ആരാ പറഞ്ഞു? അവിടെ വിളമ്പിയും വെച്ചിട്ടില്ല, കഴിച്ചിട്ടുമില്ല. ബാ നമുക്ക് കഴിക്കാം. പിന്നെ നമുക്ക് കഴിച്ചേക്കാം ബാ. നിങ്ങൾ നോക്കാഞ്ഞിട്ടല്ല. നിങ്ങളൊന്നും കണ്ടില്ല. നിങ്ങൾ അപ്പുറം പുറത്തൊക്കെ ചെന്ന് നോക്കിയിട്ട് ഞങ്ങൾ പോയി കണ്ടിച്ചു. പിന്നെ പത്തിട്ട് കാര്യം അത് കാണണമെങ്കിൽ അത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നല്ല മനസ്സിലാക്കിയിട്ട് വേണം. അതുകൊണ്ടല്ലേ പറഞ്ഞേ വെച്ചിരിക്കുന്നത് എങ്ങനെ മനസ്സിലാക്കിയിട്ട് കൊണ്ടാ പറയുന്നത് വരാൻ. കഴിക്കാൻ വരാൻ പറഞ്ഞ അതുകൊണ്ടാന്നേ. ആര് പറഞ്ഞു? ജോമോള് പറഞ്ഞു. ജോമോള് പറഞ്ഞു. ആരാ പറഞ്ഞ? ജോമോള്. അത് ആരല്ല. ജോമോൾ എലിക്കുട്ടിയമ്മോട് കഴിക്കാൻ വരാൻ പറഞ്ഞു. ജോമോൾക്ക് പോകണമെന്ന്. ജോമോക്ക് എങ്ങാണ്ട് പോകണമെന്ന്. വാ ഏറ്റ് വാ. വരുന്നുണ്ടോ? കഴിക്കാൻ വരുന്നുണ്ടോ? നിങ്ങൾ പോയിക്കോ. ഞങ്ങൾ പോയിട്ട് കാര്യം കിട്ടോ? ഞങ്ങൾ വരുമ്പം അന്നേരം വന്നിട്ടാണ്. ഞങ്ങൾ വരുമ്പം ശല്യം ഉണ്ടാക്കാറ്. ഞങ്ങൾ വരുമ്പം വരാനൊന്നും പറ്റില്ല. എലിക്കുട്ടി വെയിറ്റ് വരുന്നുണ്ടോ? നിസ്സാര ഇച്ചിരി കാര്യത്തിനൊക്കെ എന്തിനാണ് ആലമ്പം ഉണ്ടാക്കും. ഓരോ മനുഷ്യർക്ക് പല കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കണം. പല കാര്യങ്ങളും അതുകൊണ്ടല്ലേ വിളിക്കുന്നേ. വീടായാലും വേണം, പുറത്തായാലും. അതേന്നേ. അതുകൊണ്ടാണ് എലിക്കുട്ടിയമ്മനെ വിളിക്കുന്നത് വരാൻ പറഞ്ഞ്. കഴിച്ചില്ലേ ഏറ്റ് നടക്കാൻ പറ്റുമോ? ക്ഷീണം ഉണ്ടാക്കിയല്ലേ? ഇപ്പം കിടന്നാൽ ഉറക്കം വരും. അതാണ് ആ ഒരു അവസ്ഥയാണ് രാവിലെ കാലാവസ്ഥയെ. അതുകൊണ്ടാണ്. നിയമമൊക്കെ ഉണ്ട്. അത് പാലിച്ചാൽ മതി. നിയമം പാലിക്കാനായിട്ടാണേ. നിയമം പാലിക്കണ്ടേ? അതിനകത്ത ഫലം. അതന്നെ നിയമം പാലിക്കാൻ വേണ്ടിയാ. എലിക്കുട്ടിയമ്മ വന്നാലേ നിയമം പാലിക്കപ്പെടുള്ളൂ. ബുദ്ധിമുട്ടിക്കാതെ. എലിക്കുട്ടിയമ്മ ഏറ്റ് വന്നാലേ നിയമം പാലിക്കപ്പെടുള്ളൂ. അതുകൊണ്ടാ എലിക്കുട്ടിയമ്മ ഏറ്റ് വന്നാലേ നിയമം പാലിക്കപ്പെടുള്ളൂ. നിങ്ങൾ പോയി ചെയ്യാനുള്ളത് ചെയ്താൽ ഞാൻ ചെയ്തോളാം. ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ചെയ്തോളാം. അതുകൊണ്ട് വാ നമുക്ക് കഴിക്കാം. കാപ്പി കുടിക്കുക. കാപ്പി കുടിക്കുക. കാപ്പി കുടിക്കുക. കാപ്പി കുടിക്കാന്ന്. കാപ്പിയോ? പിന്നെ സമയം ഇത്രയായിട്ട്. സമയം തന്നെ 10 മണിയായതേ ഉള്ളൂ. എപ്പോഴാണ് കുടിക്കണം? അത് എലിക്കുട്ടിയമ്മ വരാത്തതുകൊണ്ടല്ലേ കുടിക്കാൻ ഞാൻ. വേണ്ടേ? അമ്മ വരാത്തതുകൊണ്ടാണ് കുടിക്കാതെ. ഇല്ല കഴിപ്പ് കഴിഞ്ഞില്ല. ഞാൻ കഴിച്ചില്ല. ഇത് എത്ര കഴിക്കണം? ജോമോട് പറഞ്ഞു അമ്മയുടെ കൂടെ നിങ്ങൾ കഴിക്കുന്ന കൂടെ കൊടുക്കാൻ പറഞ്ഞു. ഒരു കാര്യങ്ങൾ ചെയ്യുമ്പം അതിൻ്റെ ഒരു തീരുമാനമുണ്ട്. തീരുമാനമുണ്ടോ? അതിന് വേണ്ടിയല്ലേ? വേണം. തീരുമാനത്തിന് വേണ്ടിയാ വിളിക്കുന്നത്. ഒരു ഭക്ഷണം കഴിക്കുമ്പോഴായാലും ഒരു വഴിക്ക് പോകുമ്പോഴായാലും ഒരാൾക്കൊരു കൂട്ടം കൊടുക്കുമ്പോഴായാലും അതൊക്കെ നിയമത്തിൻ്റെ പുറത്താണ്. നിയമത്തിന് അതാ നിയമം പാലിക്കണ്ടേ? നിയമത്തിൽ അതിന് ഗുണമുള്ളൂ. നിയമത്തിൻ്റെ പുറത്ത് നടക്കാൻ വേണ്ടിയാ നമ്മൾ. നിയമം പാലിക്കാൻ വേണ്ടിയാ. വാ. ഇന്നിപ്പോൾ എലിക്കുട്ടിയമ്മ ഏറ്റ് വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല കേട്ടോ. എലിക്കുട്ടിയമ്മ ഓരോ നിയമപാലനമൊക്കെ പറഞ്ഞുകൊണ്ട് എലിക്കുട്ടിയമ്മ കിടക്കുവാണ്. ഇപ്പം നല്ല കിടന്നാൽ തന്നെ ഉറങ്ങിപ്പോവും. നമുക്ക് തന്നെയാണേലും ആ ഒരു കണ്ടീഷനാണ്. അതുകൊണ്ടാണെന്ന് അറിയത്തില്ല. പക്ഷെ നന്നായിട്ട് വിശക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടി നടക്കണമായിരുന്നു. ഇപ്പോൾ വിശപ്പും കുറവാന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും. പൊക്കോ. എവിടെ? പൊക്കോ. നിങ്ങൾ പൊക്കോ. ഇവിടെ കിടന്ന് ഉറങ്ങുവാണോ? നിങ്ങൾ പൊക്കോ. പോയാൽ മതിയോ? പ്രാർത്ഥിക്കും. പോയി പ്രാർത്ഥിക്കുന്ന ഇപ്പോൾ കാപ്പി കുടിക്കുന്ന സമയമാണ്. പ്രാർത്ഥിക്കുന്ന സമയമല്ല. എലിക്കുട്ടിയമ്മ പ്രാർത്ഥിച്ചോ? കാപ്പി കുടിച്ചിട്ട് വന്നിരുന്ന് പ്രാർത്ഥിച്ചോ? ഇത്ര നേരം പ്രാർത്ഥിക്കുമല്ലായിരുന്നോ? ഇന്നിപ്പം വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഇപ്പം വേറെ എന്തെങ്കിലും
ഉടനെ ജോമോൾ വരും. ജോമോൾ വന്നിട്ട് കുടിപ്പിക്കാം. അമ്മ പ്രാർത്ഥനയിലോട്ട് വീണ്ടും പോയിരിക്കുകയാണ് കേട്ടോ. എലിക്കുട്ടിയമ്മ വീണ്ടും പ്രാർത്ഥനയിലോട്ട് പോയിരിക്കുകയാണ്. എന്നാൽ ഞാൻ കഴിക്കാൻ പോവാം കേട്ടോ. പ്രാർത്ഥനയുടെ ചുരത്തിലാണ്. കൊന്ത കിട്ടിക്കൊണ്ടിരിപ്പുണ്ട്. ഇച്ചിരി കഴിയുമ്പോൾ നോക്കാം. ഈ വണ്ടിയിലാണോ വന്നത്? ആ വണ്ടിയിലാണ് വന്നത്. ആ എലിക്കുട്ടിയമ്മ ഭയങ്കര ഹാപ്പിയാണല്ലോ. ഉച്ചയ്ക്ക് രാവിലെ കാപ്പി കുടിക്കാൻ വിളിച്ചപ്പോൾ എലിക്കുട്ടിയമ്മ വന്നില്ല. പക്ഷെ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ചോറൊക്കെ ഉണ്ടോ? ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടോ? ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടോന്ന്? ചോറോ? ആ വൈകുന്നേരം വൈകിട്ടല്ലേ, അത്താഴല്ലേ? അല്ല ഉച്ചയ്ക്ക് കഞ്ഞി കുടി. ഉച്ചയ്ക്ക് കഴിക്കല്ലേ? കഴിച്ചോ? പിന്നെ ആ രാവിലെ കഴിക്കാൻ പടിയായിരുന്നു, അതുകൊണ്ടാണ് ചോദിച്ചേ. വൈകിട്ടേ ഉള്ളൂ. വൈകിട്ടത്തേ ഉള്ളൂ? അതിനകത്തില്ല, ആ സാധനം ഇല്ല, അവിടെ ഇല്ല. അതെന്നെ അവിടെ കട കൂട്ടുകാരൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ട് വന്നതാ. ഇത് മേടിച്ചോണ്ട് വന്നതാ. ഓളെ ഓർഡർ ചെയ്ത് എവിടെയാ? കാഞ്ഞിരത്താനത്ത്. ആ ആ ഊ. അഞ്ഞാൽക്കാലം പള്ളിയിലായി. ആ അങ്ങനെ പള്ളിയിലല്ല, പള്ളിയുടെ അടുത്ത്. ആണ്. എലിക്കുട്ടിയമ്മ കട്ടനൊക്കെ വലിച്ചിട്ടിട്ടുണ്ട്. സമയം ഇപ്പോൾ 3 മണി ആയതേ ഉള്ളൂ. എലിക്കുട്ടിക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. ഫാനെല്ലാം അടിച്ചു പോയി. ഇങ്ങോട്ട് ശരിക്കും ഞാൻ തന്നെ പിച്ചു പിടിച്ചോളൂ ഓടി നടക്കുക. ഓക്കെ. ഫാനില്ലല്ലോ മുറിയിലെ, അതിനെ തേച്ച് എഴുതി ഉണക്കാനിടാൻ പറഞ്ഞു. ഫാനിനെ തേച്ച് എഴുതി ഉണക്കാനിടാൻ, എന്നാലേ അത് കറങ്ങുളം. ആ ഫാൻ നന്നാക്കാൻ ആള് തന്നെ. എപ്പോ ഉറങ്ങാട്ടെ? എപ്പോഴാ ഉറങ്ങാട്ടെ? AC ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പിന്നെ അല്ല പിന്നെ അതിനകത്ത് ഇരിക്കാൻ പറ്റുമോ? എനിക്ക് തന്നെ പുഴുങ്ങും. ആവശ്യത്തിന് ഉറങ്ങും, ആ അനാവശ്യത്തിന് ഒന്നും പോവുകയില്ല. അതുകൊണ്ടായിരിക്കും രാവിലെ കാപ്പി കുടിക്കാൻ വരാഞ്ഞല്ലേ. ആ പിന്നെ എന്നാ തുണി വസ്ത്രമാണ്. ഏ വസ്ത്രം. വസ്ത്രമൊന്നുമല്ല അത്. വസ്ത്രമൊന്നുമല്ല. വസ്ത്രം അല്ലല്ലേ? ആ വസ്ത്രം 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 അല്ലെന്നത്. കണ്ടില്ല. അതിനാ നോക്കി എടുത്തു നോക്ക്. ഇതൊക്കെ ആങ്കടയൊക്കെ. എന്നത് അത് തിന്നാനുള്ള സാധന. അല്ല അവിടെ ആണുങ്ങൾക്കുണ്ട്. ഇവിടെ വന്ന് അവരൊക്കെ ആണുങ്ങൾക്ക് പണി ചെയ്യുന്നത് എവിടെ ഇങ്ങനെയല്ലേ? എവിടെ? ഓരോ സ്ഥലത്ത്. ഓരോ സ്ഥലത്ത് ചെയ്യുന്നവർ ഇവിടെ വരേണ്ട കാര്യമുണ്ടോ? അമ്മ വേറെ ഏതൊരു കാര്യത്തിലോട്ടൊക്കെ പോകണല്ലോ. എവിടെയാ? ഇവിടെ ഉള്ളവർക്ക് കഴിക്കാൻ കൊണ്ടുവന്നാ. നമ്മളേ ഇവിടെ ഉള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയേ. നീ പ്ലാവേൽ എത്ര ഉണ്ടാ കിടക്കുന്നത്? എന്നാ എത്രയൊക്കെയാണ്? ഫ്ലാവേലല്ലേ? അത് 2 ചക്കയേ ഉള്ളൂ. ഇനി അത് 2 ചക്കയെ കാണാനുള്ളൂ. ഉണ്ടോ? പണ്ടേ വേവിച്ച് തിന്നെ. അത് 2 ചക്ക ഇപ്പുറത്ത് 2 ചക്കയെ അവിടെ കാണുന്നുള്ളൂ. ബാക്കി എല്ലാം പറിച്ചേ. ഇത് എലിക്കുട്ടിയമ്മയുടെ കൂടിയത് എന്നിട്ടാണ് എലിക്കുട്ടിയമ്മ ഈ വർത്താനം പറയണത്. എല്ലാം പറിച്ചു കേട്ടോ. അതിലുണ്ടായിരുന്ന എല്ലാം പറിച്ചു. എന്നാ അതിലുണ്ടായിരുന്ന എല്ലാം പറിച്ചെന്നേ. ഉണ്ടായിരുന്നെല്ലാം പറിച്ചെന്ന് എന്താ ചക്കയെ. ആ ആ അത് മൂക്കുമ്പോഴല്ലേ? അതോ ആ മൂത്തോണ്ടിരിക്കുവോ പെട്ടെന്ന്. കുറച്ചുണ്ടാകുക. ഇപ്പം മഴയാകുമ്പോൾ മുഴുവൻ വെള്ളം കയറി പോവും. മഴ തുടങ്ങിയില്ലേ? മൂക്കുമ്പോൾ പിന്നെ കണ്ട നശിപ്പിച്ച് കളയുന്നില്ല, ചീഞ്ഞു പോകുമല്ല. പഴുത്ത് ചീഞ്ഞു. ഇനിയിപ്പോൾ വെള്ളം കയറി പോവും. ഒരെണ്ണം മേടിക്കാൻ ചെല്ല എത്ര രൂപ കൊടുക്കണം? ആ ഇനിയിപ്പോൾ ആർക്കും വേണ്ട. ഇനിയിപ്പോൾ ചക്കയുടെ സീസൺ കഴിഞ്ഞല്ലേ. കിട്ടണം. ആ ചക്കയുടെയൊക്കെ സീസൺ കഴിഞ്ഞു. നല്ലത് വല്ലതും കിട്ടുമോ? ആ അതുമില്ല. ശരിയാ, ബോംബെയിലും അവിടെയൊക്കെ മദ്രാസിലൊക്കെ ഉള്ളവർക്കൊന്നും നല്ല ചക്ക കിട്ടുന്നില്ല. പൈസ കൂടുതലും. കടപ്പുറല്ല അതോടെയൊക്കെ. ആ അത് തന്നെയാന്നേ. അത് ആ കടക്കൾ വലിയ ചക്കയെല്ലാം പണ്ടേ പറിക്കേണ്ടതാ. അതൊക്കെ മൂത്ത് വരുന്നതനുസരിച്ചേ പറിക്കാൻ പറ്റുള്ളൂ. അത് ഇട്ടേക്കുവാ. അങ്ങനെ ഇട്ടോണ്ട് കണ്ടിട്ട് എന്നാ കാര്യം? കണ്ടവാനായി ഒന്നിനും കൊള്ളിയേ. അപ്പം അത് മൂക്ക് ഇതിനൊക്കെ ഒരു കടക്കുണ്ട്. അപ്പോൾ ആ സമയത്ത് എടുത്തെങ്കിലും തിന്നാൻ കൊള്ളുമോ? മൂക്കുന്നതനുസരിച്ച് പറിക്കാൻ പറ്റുള്ളൂ. പഴിപ്പിച്ചും. ഇന്ന് ചക്കപ്പുഴുക്കല്ലേ? ഇന്ന് ചക്കപ്പുഴുക്ക് കഴിക്കാനാണ് വിളിച്ചത് രാവിലെ. ഇത് രാവിലെ ചക്കപ്പുഴുക്കായിരുന്നു. ആ പ്ലാവേന്ന് പറിച്ച ചക്കയുടെ പുഴുക്കായിരുന്നു. ചക്കപ്പഴം ചക്കപ്പുഴുക്ക് പുഴുക്കോ? അതിനെ എലിക്കുട്ടമ്മേനെ വിളിച്ചത്. അപ്പോൾ എലിക്കുട്ടമ്മ ഇന്ന് കഴിക്കുന്നില്ല. അത് വേണ്ട അത് വേണ്ട എന്തൊക്കെയാ പറഞ്ഞത്. നിയമം അനുസരിച്ച് പരിപാടി പോവും എന്നൊക്കെയാ പറഞ്ഞത്. ചക്കയുടെ സീസണിൽ പുഴുക്കും വൈകുന്നേരവും കാലത്തും ഒക്കെ. ആ അതെ നീ ഒരു ദിവസവും കൂടെ അപ്പഴൊന്നും അല്ലോ ഉണ്ടാക്കണം. രാവിലെ അതിനെ വിളിച്ചേ. രാവിലെ ചക്കപ്പുഴുക്കായിരുന്നു. രാവിലെ നമ്മളുണ്ടാക്കിയ ചക്കപ്പുഴുക്കായിരുന്നു. രാവിലെയാ? ആ അതിനെ വിളിച്ചപ്പോൾ അപ്പം എലിക്കുട്ടമ്മ വന്നില്ലല്ലോ.
അതും അങ്ങനെ എന്നും അങ്ങനെയാ. എലിക്കുട്ടിയമ്മ അത് ഇപ്പോഴും അങ്ങനെയാ. എലിക്കുട്ടിയമ്മനെ വിളിച്ച് ചക്കപ്പുഴക്ക് തിന്നാൻ വേണ്ടി. എലിക്കുട്ടിയമ്മ വന്നില്ല. എലിക്കുട്ടിയമ്മ ചിലപ്പോൾ നിയമം അനുസരിച്ച് പോകുന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കണ പാടുണ്ടെന്നേ, ഉണ്ടാക്കാൻ തയ്യാറും കൂടെയാണ്. ഒരു പ്ലാവിൽ എത്ര ചക്ക കിടക്കുമെന്ന് പറയാൻ പറ്റില്ല. അതെല്ലാം ഒന്നിച്ച് പഴുത്തു പോകും ചീഞ്ഞ്. അത്ര ഒത്തിരി ചക്കയൊന്നുമില്ല. ഇല്ല നമ്മളോട് പറിക്കുക. അതൊക്കെ ആരും വന്ന് മേടിച്ചോണ്ട് പോകുമല്ലോ. സെലിൻ ചേച്ചി എല്ലാം കൃത്യമായിട്ട് പറിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും പോയില്ല. ആ പാട്ട് 2 പ്ലാവേ എവിടെ ഉള്ളൂ. നല്ല മുഴുത്ത ചക്കയാ. ആ 2 നല്ല തുളയുള്ളതാ. ആണോ? അത് കണ്ടാലറിയാം. ആ കേട്ടോ, അതെല്ലാം എലിക്കുട്ടമ്മയ്ക്ക് അറിയാവേ. എല്ലാ കാര്യങ്ങളും എലിക്കുട്ടമ്മയ്ക്ക് അറിയാം. നല്ല ചളയുള്ള ചക്കയാണ്. അതാണ് അപ്പം അതിൻ്റെ ചുളയൊക്കെ ചെറുതായിപ്പോയി. നേരത്തെ നല്ലതായിരുന്നു. അപ്പോൾ അതിൻ്റെ ചുളയെല്ലാം ചെറുതായിപ്പോയി. അതിൻ്റെ കുടുംബം 2-3 കിടപ്പുണ്ട്. പക്ഷെ അത് പറിക്കാൻ പറ്റിയില്ല. ഒത്തിരി മുകളിലാണ്. എന്നാരും വരാത്തെ എവിടെ ആരും വരികയല്ലേ? ആരാ ഇതുകൊണ്ട് തീർന്നായിരിക്കും. ആരാ വരാനുള്ളേ? ആരാ വരാനുള്ളേ? ഇവിടെ വരാൻ ആണുങ്ങളില്ലേ? ഓ, ഇനി ആണുങ്ങളും മക്കളും പെണ്ണുങ്ങളും ഒക്കെ. ഇന്നും ആരും വരാനില്ല. ഇനി വരുമില്ലെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് ആരും വരാനില്ല. ഇന്നില്ലെന്ന് തോന്നുന്നു. ഇന്നില്ല. ആ ഒരു പ്ലാവ് നിറച്ച് ചക്ക. അതല്ല എന്നാ ചെയ്യാൻ? തിന്നണം. കൂഴച്ചക്കം വെച്ചും കിടന്ന് കണ്ടമാണ് പഴുത്ത് പോയെന്നാ ഒന്നിനെ കൊണ്ടില്ല. ആ അത് കൂഴച്ചക്കയൊന്നുമല്ല, വരിക്കച്ചക്കയാ. കൂഴച്ചക്കയല്ല. പിന്നെ വേണ്ടി. ആ അത് വരിക്കച്ചക്കയാ. പിന്നെ വല്ല അപ്പായിട്ടും മൂലയായിട്ടും പുഴുകി വെച്ചോണ്ട് തിന്നാം. ആ അതുപോലെ അത് നല്ലതാ. ആ എലിക്കുട്ടി. എല്ലാവർക്കും ഇഷ്ടമില്ലെങ്കിലും കുറേ പേർക്കൊക്കെ ഇഷ്ടം. ആ അതെ അതെ. ഇതൊക്കെ എലിക്കുട്ടിയമ്മയുടെ സ്ഥിരം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാധനം. അതുകൊണ്ടാണ് എലിക്കുട്ടിയമ്മ ഇതെല്ലാം പറഞ്ഞ കേട്ടോ. ഇവിടുത്തെ അമ്മ ഇങ്ങോട്ട് പോയായിരിക്കും. അതായത് വീട്ടിൽ അമ്മ ഇവിടെ പോയി. ഇവിടുത്തെ ഇവിടെ ഇല്ലേ? അതെവിടെ പോയി? ഇവിടെ ഉണ്ടോ? ഈ ഇരിക്കുന്നത് ആരാ? ഏത് നീയാ? ഞാനാണ് ഇവിടുത്തെ അമ്മ. ആണോ? ആണോ? എനിക്കറിയത്തില്ല. അതല്ല ഞാൻ ചോദിച്ചത്. അവളും അമ്മയാ, എലിക്കുട്ടിയും അമ്മയാ. ഞാനല്ല അറിയാൻ മേലാത്തവർ ചോദിക്കല്ലേ. എലിക്കുട്ടി അമ്മയാ, അവളും അമ്മയാ. ഇപ്പം ഏതമ്മയുടെ കാര്യം ചോദിച്ചേ? എലിക്കുട്ടിയമ്മ 4 മക്കളുടെ അമ്മ, അവൾ 2 മക്കളുടെ അമ്മ. എലിക്കുട്ടി അമ്മ 5 മക്കളുടെ അമ്മ. ശരിക്കും ഒരാൾ മരിച്ചു പോയല്ലോ. അവൾ 2 മക്കളുടെ അമ്മ. ഇപ്പം 2 അമ്മമാരാ. ഏതമ്മയാ? ആ 2 പേരും അമ്മമാരാ. എലിക്കുട്ടി അമ്മയാണ്. 5 മക്കളുടെ അമ്മ എലിക്കുട്ടിയമ്മ. ആ അവള് 2 മക്കളുടെ അമ്മ. അപ്പൊ ആരാ? ഹിന്ദുക്കാരാണ് മാത്രം. ഹിന്ദുക്കാരാണ് മാത്രം അമ്മമാരെ. ഇനിയിപ്പോ എങ്ങനെയാ കിടക്കാറാവും? പ്രാർത്ഥന ഇല്ലെങ്കിൽ കിടക്കാം. വൈകുന്നേരം ആകുന്നതല്ലേ ഉള്ളൂ. ഉണ്ടോ? ആരും വരികയല്ലായിരിക്കും. ചക്കയുടെ കണക്കെല്ലാം പറഞ്ഞു. വരവില്ലെന്ന് തോന്നുന്നു. ഇനി ആര് വരാൻ അമ്മേ? അമ്മ ആരെ അന്വേഷിക്കുന്നേ? അമ്മയ്ക്ക് ആരെയാ വേണ്ടത്? അത് പറ. ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് ആരാ വരേണ്ടത്? പറ. ഇവിടെ കിടക്കാൻ പാടില്ല. ഇവിടെ കിടക്കാൻ ആരാ വരേണ്ടത്? പറ. അവരെ നമുക്ക് വിളിക്കാം. ഇവിടെ ആരാ കിടക്കാൻ വരട്ടെ? അമ്മയല്ലേ പറഞ്ഞേ? എനിക്കെന്നാ? ഇതിപ്പോ അമ്മ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ ആക്കുന്നേ. എനിക്കെന്നാ? എനിക്കാരും വന്നാലും എനിക്കെന്നാ? പിന്നെ എനിക്കാരും വന്നാലും എനിക്കെന്നാ? ഇവിടെ ഉള്ളവർക്ക് അത് ആൾക്കാരെ മനസ്സിലാക്കിക്കൊണ്ട് പറയാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യരെയൊക്കെ ഇവിടെ നോക്കി സംസാരിക്കും. ഇവിടെ നോക്കി സംസാരിക്കും. വഴിയെ പോകുന്നൊരു വഴിയെ പോട്ടെ. ഞാനൊന്ന് കിടക്കാൻ പോവാ. അവിടെ പോയി കിടക്കും. എനിക്ക് തുണി ഇളക്കാനുണ്ട്. എവിടെയാണ് പ്ലാവ് കണ്ടോ? എത്ര ചക്ക? ചക്ക മതിയെന്നേ. ചക്ക അവിടെ കിടക്കട്ടെ. ഞാൻ കിടക്കണം. അവിടെ കിടക്കട്ടെ. നമുക്ക് പറിക്കാന്നേ. നമുക്കങ്ങ് പറിച്ചേക്കാം. വലിക്കാന്ന് തോന്നുന്നു. ആ വലിക്കുക. നമുക്കങ്ങ് പറിച്ചേച്ചാലോ? വലിക്കച്ചക്കയാണ്. പിന്നെ പഴുത്താലും തിന്നാൻ വന്നല്ല. നിങ്ങൾ രാവിലെ കണ്ട എലിക്കുട്ടി അമ്മയാണോ ഇപ്പം നമ്മൾ കാണുന്നത്? വരിക്കച്ചക്കയാണ്, കോഴിച്ചക്കയൊന്നുമില്ല. നമ്മുടെ വാളിപ്ലാവിലെ ചക്ക പോലെയല്ല. അതിന് എത്ര ചക്ക? ഞങ്ങൾക്ക് ഇവിടെ ആയിട്ടൊരു വാളിപ്ലാവ് എന്ന് പറഞ്ഞ് നമ്മുടെ സാബുവിൻ്റെ വീട്ടിലിരിക്കുന്ന അവിടുത്തായിട്ടൊരു പ്ലാവുണ്ടായിരുന്നു. ഇതുപോലെ നീളമുള്ള ചക്കയായിരുന്നേ. അപ്പം അമ്മ പറഞ്ഞ ചക്ക പോലെ നീളമുള്ള ചക്കയാണ്. വാളിപ്ലാവ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കോഴയാണ്. പഴുത്ത് കഴിഞ്ഞാൽ മുഴുത്ത ചുളയൊക്കെയാണ്. പഴുത്ത് കഴിയുമ്പോഴത്തേനത് പുളക്കോന്ന് പറഞ്ഞ് താഴോട്ട് പോകും. അതിൽ ഒന്നും ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് ആ ചക്ക മിക്കവാറും പച്ചയ്ക്ക് പറിച്ച് പുഴുങ്ങുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പ്ലാവിൽ തന്നെ അത് വെച്ചാണ് അമ്മ ഈ പറയുന്നത്. അതിൻ്റെ അടുത്ത് നിൽക്കുന്ന പ്ലാവിൽ എത്ര ചക്ക
ആ അതേ ചക്ക ഉണ്ടാകട്ടെ നീ. അത് നല്ല മുട്ടയൊക്കെയാ. ആ ചക്ക ഉണ്ടാകട്ടെ, ആൾക്കാർക്ക് വേണ്ടേ. അവിടെ പുറമേ കാഴ്ച. ആ അതെ അതെ. ഇപ്പം നമ്മുടെ പ്ലാവിലുണ്ടല്ലോ ചക്ക. നമ്മുടെ പടിഞ്ഞാറെ പ്ലാവിലുണ്ടല്ലോ ചക്ക. ആ നമുക്ക് മഴക്കാലത്ത് തിന്നാനുള്ള. അതൊന്നും ഒരു ഗുണമില്ല. ആര് പറഞ്ഞു? മഴക്കാലത്ത് നമ്മൾ കഴിക്കുന്നതല്ലേ. കായ്ക്കണില്ലല്ലോ. അതിലുണ്ട് എന്തോരം ഉണ്ടാക്കി കിടക്കുന്നത്, ഇഷ്ടം പോലെ ഉണ്ടാക്കി കിടക്കുന്നത്. മഴക്കാലത്തിന് മൂക്കുള്ളതേ ഉള്ളൂ. ജൂലൈയിലേക്ക് ആകുമ്പോഴേ മൂക്കുള്ളതേ ഉള്ളൂ. നമുക്ക് വരുന്നവർക്കും ആവശ്യക്കാർക്കൊക്കെ കൊടുക്കാം. 5-8 വീതം ഓരോ തുടുപ്പയിലുണ്ട്, പക്ഷേ ഒരെണ്ണമൊക്കെ ഉള്ളൂ. തന്നെ എത്രയൊക്കെയാണ് എല്ലാം മൂത്ത് എൻ്റെ രാവിലെ കണ്ട എലിക്കുട്ടിയമ്മ രാവിലെ എന്നോട് നിങ്ങളുടെ സമയമെല്ലാം കഴിഞ്ഞു പോയി. രാവിലെ എന്നോട് വഴക്കുണ്ടാക്കിയ എലിക്കുട്ടിയമ്മയാണോ കാപ്പി കുടിക്കാൻ വിളിച്ചപ്പം പറ്റിയെന്ന് പറഞ്ഞിരുന്ന എലിക്കുട്ടിയമ്മ അല്ലേ ഇപ്പോഴത്തെ എലിക്കുട്ടിയമ്മയുടെ മൂട് മാറി. ദിവസം കിടക്കാൻ മതിയല്ലേ. ചാച്ചനൊക്കെ പള്ളി കിടക്കുവാ. പള്ളി കിടക്കുവാന്നേ. പിന്നെ എത്ര വർഷമായി പള്ളി കിടക്കാൻ തുടങ്ങിയിട്ട്? ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. ഇങ്ങോട്ടൊന്നും വരികയില്ല. എലിക്കുട്ടിയമ്മ വഴക്കുണ്ടാക്കുവാന്നാ പറഞ്ഞത് ചാച്ചൻ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ചാച്ചൻ വരുന്നില്ലെന്നാ പറഞ്ഞത്. എലിക്കുട്ടിയമ്മേ ചാച്ചൻ വന്നു കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കുമെന്ന് എലിക്കുട്ടിയമ്മ. ആ എന്നാത്തിനാന്ന് അറിയത്തില്ല, എന്നാത്തിനാന്ന് അറിയത്തില്ല. ചാച്ചനോട് വഴക്കുണ്ടാക്കും, അതുകൊണ്ട് ചാച്ചൻ പള്ളി കിടക്കുക. എന്നാത്തിനാന്ന് അറിയത്തില്ലല്ലോ. ആ ആ അത് ശരിയാ, നല്ല വെയിലാ കളിയുന്നത്. പിള്ളേരാരും വരാനില്ലല്ലോ. ഇല്ല ആരും വരാനില്ല. അപ്പോൾ കിടന്നോ. ഇനിയിപ്പോൾ ചായ കുടിച്ചോ? ചായ കുടിക്കണ്ടേ? ചായ കുടിക്കാൻ സമയമാണല്ലോ. രാവിലെ പെട്ടാ കിടന്നുകൊണ്ട് എന്നോട് കാപ്പി കുടിക്കുന്ന കാര്യത്തിലുള്ള നിയമം അനുസരിച്ച് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് എലിക്കുട്ടിയമ്മ ഇപ്പോൾ നല്ല ആക്റ്റീവായിരിക്കുകയാണ്. ആ അത് അവള് പുറത്തോട്ട് ഇറങ്ങിപ്പോയല്ലേ. ആ ആരെങ്കിലും കാണും. അത് പോകാനും ആരും ഇല്ലല്ലോ. എലിക്കുട്ടിയമ്മ പോകുന്നില്ല, പിന്നെ എങ്ങനെയാ? എന്നാ അത് തിന്നാനുള്ള ചക്കപ്പഴത്തിനാണോ തിന്നുന്നേ? അല്ലല്ല, ഇവിടെയാ. ആ ഇവിടെ ഒരു അമ്മ കിടപ്പുണ്ടല്ലേ, അത് ഏതമ്മേ? ഏറ്റ് പോയല്ലേ? എവിടെയാ കിടന്നോണ്ടിരുന്നേ? ഇവിടെയാ. ആ അവിടെ കിടന്നോണ്ടിരുന്ന അമ്മയ്ക്ക് പുറത്ത് ഒത്തിരി പണിയാ. ആണോ? ആ അമ്മയ്ക്ക് പുറത്ത് ഒത്തിരി പണി കിടപ്പുണ്ട്. അതെല്ലാം തീർത്തിട്ടേക്ക് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പോയതാ കേട്ടോ. എലിക്കുട്ടിയമ്മ എല്ലാം ഇട്ട് ഓണാക്കി നോക്കുന്നുണ്ട്. ഫാനെല്ലാം പോയി കിടക്കുക. അതിനാ പറയാൻ ചെയ്യുന്നവർക്കോ? ഓർമ്മക്കുറവിന് കിടക്കുന്നതിന് എന്നാ കുഴപ്പം? ഓർമ്മക്കുറവുള്ളവർക്ക് കിടക്കുന്നതിന് എന്നാ കുഴപ്പം? ആ ഓർമ്മക്കുള്ളവർ കിടന്നതെന്ന് വെച്ചാൽ എന്നാ കുഴപ്പം? അതിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്ന കുഴപ്പം പ്രശ്നമുള്ള ആര്? ആരാ? അങ്ങനെ തലകൊണ്ട് കാണിച്ചാരാന്നാ മനസ്സിലാവണേ? തലകൊണ്ട് കാണിച്ചാരാ? പേര് പറ. പേര് പറയാനേ. പേര് പറയാനാ പറഞ്ഞേ. വീടല്ലേ പേര്. ഇവിടുത്തെ വീടിന്റെ ഈ ഭാഗത്തുള്ള വീടിന്റെ ഒന്നിന്റെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ ആര് പറഞ്ഞു? എല്ലാം അറിയായിരുന്നു, മറന്നുപോയതാ. ജീവിച്ചിട്ടുണ്ട്. പിന്നെ എലിക്കുട്ടിയമ്മ എല്ലാ വീട്ടുകാരും അറിയായിരുന്നു. ഇങ്ങനെ കഴിഞ്ഞ വർഷമൊക്കെ വന്നോ ഒരു പ്രാവശ്യം ഒന്ന് വന്നോ, അത്രേ ഉള്ളൂ. വരവ് നോക്കൊന്നുമില്ല. എലിക്കുട്ടിയമ്മയ്ക്ക് ഇവിടുത്തെ എല്ലാ വീടും പേരും എല്ലാവരും അറിയാവുന്നതാണ്. എലിക്കുട്ടിയമ്മയുടെ മെമ്മറി ഇതായതുകൊണ്ടാണ് ഇപ്പോൾ എലിക്കുട്ടിയമ്മയ്ക്ക് അറിയാൻ പറ്റാത്തത്. അമ്മയുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.